ഹായ് മക്കളെ, നിങ്ങൾ +2 എക്സാം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കുകയായിരിക്കും അല്ലേ? പക്ഷേ ഡോക്ടർ ആവണമെന്നും എഞ്ചിനീയർ ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇനി റെസ്റ്റ് എടുക്കാനൊന്നുള്ള സമയമില്ല. നമ്മളുടെ അടുത്ത കടമ്പയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം. എന്താണ് അടുത്ത കടമ്പ? നീറ്റ്, അതേപോലെ തന്നെ കീം, JEE ഒക്കെ ജൂലൈയിലൊക്കെ നടക്കാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടി ഇപ്പം മുതൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എജ്യൂപോർട്ടിൻ്റെ നീറ്റ് ആൻഡ് JEE ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മളുടെ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയ എപ്പോൾ തുടങ്ങും, എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക, ആരൊക്കെയായിരിക്കും ടീച്ചേഴ്സ്, ഫീസ് എത്രയായിരിക്കും തുടങ്ങിയ എല്ലാ കാര്യത്തിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള 2 സംശയങ്ങളുണ്ട്. എങ്ങനെയായിരിക്കണം നമ്മൾ നീറ്റ് ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ക്രാഷ് കോഴ്സ് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ ഇത് പഠിച്ചാൽ നമുക്ക് MBBS കിട്ടുമോ, അതേപോലെ IIT പഠിക്കാൻ പറ്റുമോ എന്നുള്ള ആ 2 ചോദ്യത്തിൻ്റെ ആൻസറും കൂടെ വളരെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാം, എന്നിട്ട് നിങ്ങൾക്ക് അത് തീരുമാനിക്കാം. ഓക്കെ, യെസ്. സോ ഏറ്റവും ഫസ്റ്റുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്ന് തുടങ്ങുന്നുള്ളതാണ്. ഏപ്രിൽ 29 വെള്ളിയാഴ്ച നമ്മളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിൽ 29 വെള്ളിയാഴ്ച നമ്മളുടെ ആദ്യത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് അതിനുശേഷം എങ്ങനെയായിരിക്കും ക്ലാസ്സസ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ നീറ്റിനാവുമ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 98 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതേ സ്ഥാനത്ത് കീമിനാണെങ്കിൽ 89 ചാപ്റ്റേഴ്സ്. 29-ാം തീയതി നമ്മൾ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ 80 ഡേയ്സ് ആണ് നീറ്റിന് വേണ്ടി ഉണ്ടാവുക. അതേപോലെ തന്നെ കീമിന് വേണ്ടിയിട്ട് 66 ദിവസങ്ങളാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. മിക്ക ദിവസങ്ങളിലും നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുക, ചില ദിവസങ്ങളിൽ 2 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ പോർഷൻസ് തീർക്കാൻ പറ്റും. സോ അതിനനുസരിച്ചാണ് നമ്മളുടെ ഷെഡ്യൂൾസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ ദിവസവും ഏത് ചാപ്റ്റർ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാബ് എക്സാം ഉള്ളതും നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലാബ് 29 തുടങ്ങി നിങ്ങളുടെ ലാബ് എക്സാമുകൾ പൂർണ്ണമായി കഴിയുന്ന ദിവസം വരെ നമ്മൾ ഡെയിലി ഓരോ ചാപ്റ്റേഴ്സ് വെച്ചായിരിക്കും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. ആൻഡ് അതിനുശേഷം ഡെയിലി 2 ചാപ്റ്റേഴ്സ്. സോ ആദ്യത്തെ ചാപ്റ്ററിന്റെ ക്ലാസ്സസ് രാവിലെ 9 മണിക്ക് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തത് ഉച്ചയ്ക്ക് 1:30 നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ഓരോ വീഡിയോ നിങ്ങൾക്ക്, അതായത് ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ ഏകദേശം ഒരു 2.5 മണിക്കൂറാണ് ഉണ്ടാവുക. അപ്പം ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് 2.5 മണിക്കൂറാണ് പഠിക്കാനുണ്ടാവുക, വേറെ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് 5 മണിക്കൂർ വരെ പഠിക്കാനുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും മിനിമം ടൈമിൽ ഈ പോർഷൻസ് വളരെ ക്രിസ്പായിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് ഉള്ളത്. ആൻഡ് ക്ലാസ്സസ് മാത്രം കണ്ടാൽ പോരാ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ആൻഡ് ഇന്നെടുക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ എക്സാം രാത്രി 9 മണിക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ഒരു ദിവസം നിങ്ങൾ ഒരു ചാപ്റ്റർ മര്യാദയ്ക്ക് പഠിക്കുന്നു, അത് വീഡിയോ ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാവാത്ത പോർഷൻസ് റീവൈൻഡ് ചെയ്തിട്ട് ടൈം എടുത്ത് പഠിക്കാം. അതേപോലെ തന്നെ ഓൾറെഡി അറിയാവുന്ന ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, 2x സ്പീഡ് കൂട്ടിയിട്ടൊക്കെ കാണാൻ പറ്റും. സോ ആ ക്ലാസ്സസ് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. ഡെയിലി ക്ലാസ്സസ് കാണുന്നു, അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ എക്സാംസ് ഉണ്ടാവും. ആൻഡ് ഞായറാഴ്ചകളിൽ നമുക്ക് അവധിയാണ് വിത്ത് 1 എക്സാം. അതായത് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, അതിൻ്റെ ഒരു നീറ്റ് ആൻഡ് കീം മോഡൽ എക്സാംസ് എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഓരോ ദിവസവും ഓരോ പാഠങ്ങൾ പഠിക്കുന്നു, അതിൻ്റെ എക്സാം അന്നന്ന് നടത്തുന്നു. ശനിയാഴ്ച വരെയുള്ള എക്സാംസ് ഞായറാഴ്ചകളിൽ നടക്കുന്നു. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും തരുന്നതായിരിക്കും. ഇത് കൂടാതെ നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതായത് ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ്, കെമിസ്ട്രിയിലെ 2 ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്റേഴ്സ് എടുത്ത സാറ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് യൂട്യൂബിലല്ല സൂമിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും സാറുമായിട്ട് സംസാരിക്കാൻ പറ്റും, ചോദിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടി വീക്ക്ലി 2 മുതൽ 3 ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. രാത്രികാലങ്ങളിലാണ് ആ ക്ലാസ്സസ് ഉണ്ടാവുക. ഇതൊന്നും കൂടാതെ നമ്മളുടെ ഈ ഒരു എല്ലാ ക്രാഷ് കോഴ്സും നിങ്ങളുടെ എക്സാം, ഇപ്പം ജൂലൈ 17-നാണ് നീറ്റിൻ്റെ എക്സാം വരുന്നത്. അപ്പം അതിൻ്റെ ഒരാഴ്ച മുമ്പ് നമ്മൾ പോർഷൻസ് തീർക്കും. എന്നിട്ട് 5 മോഡൽ എക്സാംസ് നടത്തും. ഈ മോഡൽ എക്സാംസ് നിങ്ങൾ നമ്മുടെ ആപ്പിലല്ല അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, പകരം നിങ്ങൾക്ക് നമ്മൾ OMR ഷീറ്റുകൾ ഞങ്ങൾ സെൻഡ് ചെയ്ത് തരും. അതായത് OMR ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നീറ്റ് എക്സാമിൻ്റെ ഹാളിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ എഴുതാൻ പോകുന്നത് അതേ OMR ഷീറ്റുകൾ
നിങ്ങൾക്ക് ഞങ്ങൾ പോസ്റ്റൽ വഴി അയച്ചു തരും. ഈ 5 എക്സാമുകൾ നിങ്ങൾ OMR ഷീറ്റിലാണ് നിങ്ങളുടെ നീറ്റ് രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം പരീക്ഷ ഹാളിലെത്തുമ്പോൾ ഒരു രീതിയിൽ ഇതൊരു പുതിയ സംഭവമാണല്ലോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. സോ ഇങ്ങനെ വളരെ കോംപ്രഹെൻസീവായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മളുടെ ക്ലാസ്സസിൻ്റെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ക്ലാസ്സസ് എടുക്കുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്കറിയാം, എജ്യൂ പോർട്ടൽ എന്നും ഏറ്റവും മികച്ച ടീച്ചേഴ്സാണ് ക്ലാസ്സസ് എടുക്കുക. അതിലുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഫോട്ടോസ് ഇവിടെ കൊടുക്കുന്നതിൽ നമുക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. മാത്സിന് ഞാനും ഷാനിദ് സാറുണ്ട്. അതേപോലെ തന്നെ ഷാനിദ് സാർ ഇത്തവണ ഫിസിക്സിൻ്റെ ക്രാഷ് കോഴ്സ് എടുക്കാൻ പോവാണ്. കിഡിലൻ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോവാം. കെമിസ്ട്രിക്ക് നമ്മളെ യാസീൻ സാറും വിജയ് സാർ ഉണ്ടാവും, അതേപോലെ ബിലാൽ സാർ ഉണ്ടാവും. ഇവരെ കൂടാതെ ഏകദേശം 10ഓളം പുറത്തുനിന്നുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. അതായത് എന്നെ 2008 പഠിപ്പിച്ച ടീച്ചർമാരടക്കം ഈ ഒരു ക്രാഷ് കോഴ്സിന് വേണ്ടിയുണ്ട്. അതായത് എജ്യൂ പോർട്ടിലെ നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നീറ്റ് റിപ്പീറ്റർ പ്രോഗ്രാമിൽ എജ്യൂ പോർട്ടിൽ ക്ലാസ് എടുക്കാൻ വരുന്ന ഒരുവിധം എല്ലാ ടീച്ചേഴ്സും ഈ ഒരു നീറ്റ് കോഴ്സിന് നിങ്ങൾക്ക് വേണ്ടി ക്രാഷ് കോഴ്സിന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ആൻഡ് ഇതിൻ്റെ ഫീസ് വരുന്നത് ഒരു വർഷത്തേക്കല്ല, ക്രാഷ് കോഴ്സിന് 3999 ആണ് ഫീസ് വരുന്നത്. ആൻഡ് +1 നിങ്ങൾക്ക് PCMB ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആൻഡ് ബയോളജിയിൽ ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ ഡിസ്കൗണ്ട് ഉണ്ടാവും. 2999 ആയിരിക്കും നിങ്ങളുടെ ഫീസ് വരുന്നത്. ആൻഡ് സാധാരണ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സസും മൊത്തം സിസ്റ്റം ഒരാഴ്ച നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, നമ്മൾ 100% റീഫണ്ട് തരുന്നതായിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നമുക്ക് സെലക്ഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മക്കളെ, 2500 ആൾക്കാർക്കാണ് ഏകദേശം കേട്ടോ ഒരു വർഷം കേരളത്തിൽ നിന്ന് MBBS കിട്ടുക. അതേപോലെ തന്നെ IIT-കളിലും NIT-കളിലും പഠിക്കാനുള്ള അവസരം കിട്ടുക. ഓക്കെ, അപ്പം ഈ 2500 ആൾക്കാരിലേക്ക് പെടാൻ വേണ്ടി കഴിഞ്ഞ 2 വർഷമായിട്ട് +1 +2 പഠിച്ച് ഈ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്ന 10,000 കണക്കിന് കുട്ടികളുണ്ട്. അതേപോലെ തന്നെ +1-ലും +2 +1 10ാം ക്ലാസ് കഴിഞ്ഞ അന്ന് മുതൽ എൻട്രൻസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് നിങ്ങളുടെ കൂടെ ഇപ്പോൾ +2 എക്സാം എഴുതിയ. സോ ആ കുട്ടികളിൽ നിന്നാണ് 2500 ആൾക്കാരിലേക്ക് എത്തേണ്ടത്. അതായത് എൻട്രൻസ് എക്സാമാണ്. നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നത് മാത്രമല്ല, ബാക്കിയുള്ളവർ നിങ്ങളെക്കാളും കൂടുതൽ പഠിച്ചിട്ട് അവരായിരിക്കും നിങ്ങളെക്കാൾ റാങ്ക് ഉണ്ടാവാൻ പോകുന്നത് അല്ലേ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. സോ ക്രാഷ് കോഴ്സ് ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ക്രാഷ് കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ എയിംസിലെത്തും അല്ലെങ്കിൽ IIT-ലെത്തും. അങ്ങനെ ഒരു സംഭവമില്ല. അതായത് ഞങ്ങളുടെ ക്രാഷ് കോഴ്സിന് ഞങ്ങൾ നൽകുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞാൽ മിനിമം 400 മാർക്സ് ആൻഡ് ഓർ +150 മാർക്ക്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ ഒന്നും പഠിക്കാത്ത +1 +2 എൻട്രൻസിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ ചിന്തിച്ചു പക്ഷെ അതിനുവേണ്ടി പ്രിപ്പയർ ഒന്നും ചെയ്യാത്ത കുട്ടികളാണെങ്കിലും നിങ്ങൾക്കിത് നീറ്റിന്റെ കേസിൽ മാത്രമാണ് നമ്മൾ പറയുന്നത്. കീമിനാണെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും. 720 മാർക്ക് നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് മിനിമം 400 മാർക്കെങ്കിലും നമ്മളെ ക്രാഷ് കോഴ്സ് മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലേ, ഞാൻ അത്യാവശ്യം നന്നായി പ്രിപ്പയർ ആയിട്ട് എനിക്കൊരു 500 മാർക്കൊക്കെ നീറ്റിന് കിട്ടുന്നതാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു 150 മാർക്കും കൂടെ കൂട്ടി നിങ്ങൾക്ക് 650 മാർക്ക് കിട്ടും. 650 മാർക്ക് കിട്ടിയാൽ ഷുവറായിട്ടും നിങ്ങൾ ഒരു മെഡിക്കൽ കോളേജിൽ അടുത്ത വർഷം ഞങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. ആൻഡ് ഈ ഗ്യാരണ്ടി കേൾക്കുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇത്തവണ പഠിച്ചിട്ടില്ല എനിക്ക് 400 മാർക്കേ കിട്ടുള്ളൂ എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. അതായത് ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ MBBS കിട്ടാനോ അല്ലെങ്കിൽ IIT-കൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, മിക്കവാറും നിങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ. റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസറും കൂടിയാണ് ഈ ക്രാഷ് കോഴ്സ് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഒരു വർഷം +2-ന് ശേഷം റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ട് നീറ്റൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റാതെ വേറെ വല്ല ഡിഗ്രിക്കൊക്കെ പോകുന്ന ആൾക്കാർ. സോ നിങ്ങൾ അതുപോലെ ആവുമോ, അല്ലെങ്കിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ MBBS മെഡിക്കൽ കോളേജുകളിൽ നിന്നും അല്ലെങ്കിൽ IIT-കളിൽ നിന്നൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഒരു ക്രാഷ് കോഴ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യ അവസരത്തിൽ നിങ്ങൾ എഴുതുന്ന നീറ്റിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്കോറിലാണ്. ഓക്കെ, അതായത് ഞാൻ ഉറപ്പിച്ച് പറയാണ്, നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ 400 മാർക്ക്, നീറ്റിന്റെ കേസ് 720-ൽ 400 മാർക്ക്, അതേപോലെ തന്നെ കീമിന്റെ കേസിൽ ഏകദേശം ഒരു 500 മാർക്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു സംശയം വേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്ത ചാൻസിൽ MBBS അല്ലെങ്കിൽ IIT-കൾ പഠിക്കാനുള്ള അവസരം കിട്ടും. ഇൻ കേസ് നിങ്ങളുടെ മാർക്ക് 400-ൽ കുറവാണെങ്കിൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുക നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോരുതെന്നാണ്. എന്താണോ നിങ്ങൾക്ക് ഇത്തവണ നമ്മളുടെ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് 400 മാർക്ക് കിട്ടാത്തത്, അതേ കാരണം തന്നെ
നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. കാരണം 600 മാർക്കെങ്കിലും മിനിമം വേണം 720 നിങ്ങൾക്ക് MBBS കിട്ടണമെങ്കിൽ. സോ നിങ്ങൾ നമ്മളെ ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ് ഈ ക്രാഷ് കോഴ്സിൽ മാർക്ക് കിട്ടില്ല. അതിന് 2 റീസൺസ് ഉള്ളത്. ഒന്നാമത്തെ റീസൺ നിങ്ങൾ കൃത്യമായിട്ടൊന്നും കണ്ടില്ല, അത്യാവശ്യം ഉഴപ്പൊക്കെ ചെയ്യുന്നുണ്ട്. നീറ്റിന് റിപ്പീറ്റ് ചെയ്യാൻ പോലെ ഇതേക്കെ പോലെ തന്നെയായിരിക്കും സ്ഥിതി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സീരിയസ്നെസ് ഒന്നും കിട്ടില്ല, കിട്ടും 1-2 മാസം 2 മാസമൊക്കെ കഴിയുമ്പോൾ കോൺഫിഡൻസ് പോലെ തുടങ്ങും, ഉഴപ്പിലൊക്കെ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷം വേസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേറെ കുറച്ച് കുട്ടികളാണ്, അവർ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന അതൊക്കെ കേട്ടു, ക്ലാസ്സസ് കണ്ടു, എക്സാംസ് അറ്റൻഡ് ചെയ്തു, ലൈവ് ക്ലാസ്സസ് കണ്ട്, എന്നിട്ട് അവർക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആ ഒരു നീറ്റ് അല്ലെങ്കിൽ JEE ക്രാക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ അല്ല. അത് നിങ്ങളെ കുറ്റമൊന്നുമല്ല കേട്ടോ. അതായത് ആ ഒരു ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റൂലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് ആൻസേഴ്സ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സോ ഈ 2 കേസ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഐഡൻറ്റിഫൈ ചെയ്താൽ നിങ്ങളുടെ വിലപ്പെട്ട ഒരു വർഷം ഒരുപാട് പണവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. സോ ഈ നീറ്റ് എന്ന് പറയുന്നത് ഒരു കവാടമാണ്. നിങ്ങൾ ഈ +2ൻ്റെ കൂടെ എഴുതാൻ പോകുന്ന നീറ്റ് എന്ന് പറയുന്ന ഒരു കവാടമാണ്. ആ ഒരു കവാടത്ത് ആ ഒരു എന്താ പറയുക, MBBS അല്ലെങ്കിൽ IIT എന്നുള്ള ആ ഒരു അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടാൻ പോകുന്ന ഒരു എൻട്രൻസ് എക്സാമാണിത്. സോ ഇതിൻ്റെ ക്രാഷ് കോഴ്സിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് മിനിമം 400 മാർക്സ് ആൻഡ് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടാൻ പോകുക അതിൻ്റെ കൂടെ 150 മാർക്കും കൂടെ എക്സ്ട്രാ. കാരണം അത്രക്കും കിടിലൻ ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അത്രക്കും സിസ്റ്റമാറ്റിക് ആൻഡ് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ ക്രാഷ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. യെസ്, എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ഇനിയുള്ള 80 ദിവസം അല്ലെങ്കിൽ 65 ദിവസം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ താഴെ തന്നിരിക്കുന്ന ഫോമിൽ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങളൊക്കെ ഒരുപാട് കാലം മുമ്പേ സ്വപ്നം കണ്ടതായിരിക്കും. ഇടയ്ക്ക് എവിടെയോ വെച്ച് നമ്മൾ ആ സ്വപ്നമൊക്കെ എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ കരുതിയിട്ടുണ്ടാവും. പക്ഷേ തളർന്നു പോയത്, നെവർ എവർ ഗിവ് അപ്പ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ 400 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, അടുത്ത വർഷം നമ്മൾ നടത്താൻ പോകുന്ന നീറ്റ് റിപ്പീറ്റർ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റും. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അടുത്ത വർഷം കഴിയുമ്പോഴത്തേക്ക് എയിംസിലോ അല്ലെങ്കിൽ IIT കാണാൻ പറ്റും. സോ ഇപ്പം തന്നെ ആ തീരുമാനം എടുക്കുക, പാരൻസായിട്ട് ഡിസ്കസ് ചെയ്യുക, ഇപ്പം തന്നെ നമ്പറിൽ വിളിക്കുക ഓർ ഫോം ഫില്ല് ചെയ്യുക. ഞങ്ങൾ ഉടനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ശരി.